ഏജുഗസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് വളരെ പ്രധാനപ്പെട്ട 50 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. PSCയുടെ വരുന്ന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ തീർച്ചയായും പഠിച്ചിരിക്കേണ്ട ചോദ്യങ്ങളാണ്. മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചോദ്യങ്ങളിലേക്ക് കടക്കാം. പാർലമെൻറ്റിൻ്റെ ഇംപീച്ച് നടപടികൾക്ക് വിധേയനായ ആദ്യ സുപ്രീം കോടതി ജഡ്ജി. പാർലമെൻറ്റിൻ്റെ ഇംപീച്ച് നടപടികൾക്ക് വിധേയനായ ആദ്യ സുപ്രീം കോടതി ജഡ്ജിയാണ് ജസ്റ്റിസ് വി രാമസ്വാമി. ജസ്റ്റിസ് വി രാമസ്വാമിയാണ് പാർലമെൻറ്റിൻ്റെ ഇംപീച്ച് നടപടികൾക്ക് വിധേയനായ ആദ്യ സുപ്രീം കോടതി ജഡ്ജി. മഹിളാ സമൃദ്ധി യോജന ആരംഭിച്ച ഇന്ത്യയിലെ പ്രദേശം. മഹിളാ സമൃദ്ധി യോജന ആരംഭിച്ച ഇന്ത്യയിലെ പ്രദേശം ന്യൂഡൽഹി. ന്യൂഡൽഹിയാണ് മഹിളാ സമൃദ്ധി യോജന ആരംഭിച്ച ഇന്ത്യയിലെ പ്രദേശം. സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം. സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് അസം. ഉപഗ്രഹത്തിൻ്റെ പേര് അസം സാറ്റ്. അസമാണ് സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം. പ്രാദേശിക കറൻസികളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ബാങ്ക് ഇന്തോനേഷ്യയുമായി ധാരണയിലെത്തിയ ഇന്ത്യൻ സ്ഥാപനം. പ്രാദേശിക കറൻസികളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ബാങ്ക് ഇന്തോനേഷ്യയുമായി ധാരണയിലെത്തിയ ഇന്ത്യൻ സ്ഥാപനം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, RBI. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് പ്രാദേശിക കറൻസികളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ബാങ്ക് ഇന്തോനേഷ്യയുമായി ധാരണയിലെത്തിയ ഇന്ത്യൻ സ്ഥാപനം. സംസ്ഥാന ഹരിത കേരളം മിഷൻ്റെ ഹരിത വിദ്യാലയ പദവി ലഭിച്ചത്. സംസ്ഥാന ഹരിത കേരളം മിഷൻ്റെ ഹരിത വിദ്യാലയ പദവി ലഭിച്ചത് അവനഞ്ചേരി ഗവൺമെൻറ് സ്കൂൾ. അവനഞ്ചേരി ഗവൺമെൻറ് ഹൈസ്കൂളിനാണ് സംസ്ഥാന ഹരിത കേരളം മിഷൻ്റെ ഹരിത വിദ്യാലയ പദവി ലഭിച്ചത്. 2025 ആഗോള ഭീകരവാദ സൂചിക GTI ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച സ്ഥാപനം. 2025 ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച സ്ഥാപനം ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എക്കണോമിക്സ് ആൻഡ് പീസ്, IEP. ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എക്കണോമിക്സ് ആൻഡ് പീസ് എന്ന സ്ഥാപനമാണ് 2025 GTI ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ് ആഗോള ഭീകരവാദ സൂചിക റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച സ്ഥാപനം. 2025 റുവാണ്ടൻ ചലഞ്ചർ ടെന്നീസ് ടൂർണമെൻറ്റിൽ ഡബിൾസ് കിരീടം നേടിയത്. 2025 റുവാണ്ടൻ ചലഞ്ചർ ടെന്നീസ് ടൂർണമെൻറ്റിൽ ഡബിൾസ് കിരീടം നേടിയത് സിദ്ധാന്ത് ബാന്തിയ, അലക്സാണ്ടർ ഡോൺസ്കി. സിദ്ധാന്ത് ബാന്തിയയും അലക്സാണ്ടർ ഡോൺസ്കിയുമാണ് 2025 റുവാണ്ടൻ ചലഞ്ചർ ടെന്നീസ് ടൂർണമെൻറ്റിൽ ഡബിൾസ് കിരീടം നേടിയത്. ക്ഷീരവികസന വകുപ്പ് ഏർപ്പെടുത്തിയ 2025 ക്ഷീര സഹകാരി അവാർഡിന് അർഹനായത്. ക്ഷീരവികസന വകുപ്പ് ഏർപ്പെടുത്തിയ 2025 ക്ഷീര സഹകാരി അവാർഡിന് അർഹനായത് JS സജു. JS സജുവാണ് ക്ഷീരവികസന വകുപ്പ് ഏർപ്പെടുത്തിയ 2025 ക്ഷീര സഹകാരി അവാർഡിന് അർഹനായത്. സിപ്രി സ്റ്റോക്ക്ഹോം ഇൻ്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് റിപ്പോർട്ട് അനുസരിച്ച് 2020-24 കാലയളവിൽ ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ ഇറക്കുമതിക്കാരായി മാറിയ രാജ്യം. സിപ്രി റിപ്പോർട്ട് അനുസരിച്ച് 2020-24 കാലയളവിൽ ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ ഇറക്കുമതിക്കാരായി മാറിയ രാജ്യം ഉക്രൈൻ. ഉക്രൈനാണ് സിപ്രി സ്റ്റോക്ക്ഹോം ഇൻ്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് റിപ്പോർട്ട് അനുസരിച്ച് 2020-24 കാലയളവിൽ ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ ഇറക്കുമതിക്കാരായി മാറിയ രാജ്യം. കേരള സംസ്ഥാന യുവജന കമ്മീഷൻ്റെ 2024-25 വർഷത്തെ കലാ സാംസ്കാരിക മേഖലയിൽ നിന്ന് യൂത്ത് ഐക്കൺ അവാർഡിന് അർഹയായ അഭിനേത്രി. കേരള സംസ്ഥാന യുവജന കമ്മീഷൻ്റെ 2024-25 വർഷത്തെ കലാ സാംസ്കാരിക മേഖലയിൽ നിന്ന് യൂത്ത് ഐക്കൺ അവാർഡിന് അർഹയായ അഭിനേത്രി നിഖില വിമൽ. നിഖില വിമലാണ് കേരള സംസ്ഥാന യുവജന കമ്മീഷൻ്റെ 2024-25 വർഷത്തെ കലാ സാംസ്കാരിക മേഖലയിൽ നിന്ന് യൂത്ത് ഐക്കൺ അവാർഡിന് അർഹയായ അഭിനേത്രി. കായിക രംഗത്ത് നിന്ന് യൂത്ത് ഐക്കൺ അവാർഡിന് അർഹയായ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരം. കായിക രംഗത്ത് നിന്ന് യൂത്ത് ഐക്കൺ അവാർഡിന് അർഹയായ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരം സജന സജീവൻ. സജന സജീവനാണ് കായിക രംഗത്ത് നിന്ന് യൂത്ത് ഐക്കൺ അവാർഡിന് അർഹയായ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരം. സാഹിത്യത്തിലുള്ള യൂത്ത് ഐക്കൺ പുരസ്കാരം ലഭിച്ചത്
സാഹിത്യത്തിലുള്ള യൂത്ത് ഐക്കൺ പുരസ്കാരം ലഭിച്ചത് വിനിൽ പോൾ. വിനിൽ പോളിനാണ് സാഹിത്യത്തിലുള്ള യൂത്ത് ഐക്കൺ പുരസ്കാരം ലഭിച്ചത്. കാർഷിക രംഗത്ത് നിന്ന് യൂത്ത് ഐക്കൺ അവാർഡിന് അർഹയായത്. കാർഷിക രംഗത്ത് നിന്ന് യൂത്ത് ഐക്കൺ അവാർഡിന് അർഹയായത് എം ശ്രീവിദ്യ. എം ശ്രീവിദ്യയാണ് കാർഷിക രംഗത്ത് നിന്ന് യൂത്ത് ഐക്കൺ അവാർഡിന് അർഹയായത്. വ്യവസായം സംരംഭകത്വം മേഖലയിൽ നിന്ന് യൂത്ത് ഐക്കൺ പുരസ്കാരം ലഭിച്ചത്. വ്യവസായം സംരംഭകത്വം മേഖലയിൽ നിന്ന് യൂത്ത് ഐക്കൺ പുരസ്കാരം ലഭിച്ചത് ദേവൻ ചന്ദ്രശേഖരൻ. ദേവൻ ചന്ദ്രശേഖരനാണ് വ്യവസായം സംരംഭകത്വ മേഖലയിൽ നിന്ന് യൂത്ത് ഐക്കൺ പുരസ്കാരം ലഭിച്ചത്. മാധ്യമ മേഖലയിൽ നിന്നും യൂത്ത് ഐക്കണായി തിരഞ്ഞെടുക്കപ്പെട്ടത്. മാധ്യമ മേഖലയിൽ നിന്നും യൂത്ത് ഐക്കണായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആർ റോഷിപാൽ. ആർ റോഷിപാലാണ് മാധ്യമ മേഖലയിൽ നിന്നും യൂത്ത് ഐക്കണായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 2024 ബാലസാഹിത്യ പുരസ്കാരങ്ങളിൽ കഥാ നോവൽ വിഭാഗത്തിൽ പുരസ്കാരം നേടിയത്. 2024 ബാലസാഹിത്യ പുരസ്കാരങ്ങളിൽ കഥാ നോവൽ വിഭാഗത്തിൽ പുരസ്കാരം നേടിയത് വിമീഷ് മണിയൂർ. ഭൂതം എന്ന കൃതിക്ക് വിമീഷ് മണിയൂറാണ് 2024 ബാലസാഹിത്യ പുരസ്കാരങ്ങളിൽ കഥാ നോവൽ വിഭാഗത്തിൽ പുരസ്കാരം നേടിയത്. കവിതാ വിഭാഗം ബാലസാഹിത്യ പുരസ്കാരം നേടിയത്. കവിതാ വിഭാഗം ബാലസാഹിത്യ പുരസ്കാരം നേടിയത് പ്രേമജ ഹരീന്ദ്രൻ. പൂമാല എന്ന കൃതിക്ക് പ്രേമജ ഹരീന്ദ്രനാണ് കവിതാ വിഭാഗം ബാലസാഹിത്യ പുരസ്കാരം നേടിയത്. വൈജ്ഞാനിക വിഭാഗത്തിൽ ബാലസാഹിത്യ പുരസ്കാരം നേടിയത്. വൈജ്ഞാനിക വിഭാഗത്തിൽ ബാലസാഹിത്യ പുരസ്കാരം നേടിയത് ഡോക്ടർ ബി പത്മകുമാർ. പാഠം 1 ആരോഗ്യം എന്ന കൃതിക്ക് ഡോക്ടർ ബി പത്മകുമാറാണ് വൈജ്ഞാനിക വിഭാഗത്തിൽ ബാലസാഹിത്യ പുരസ്കാരം നേടിയത്. ശാസ്ത്ര വിഭാഗത്തിൽ ബാലസാഹിത്യ പുരസ്കാരം നേടിയത്. ശാസ്ത്ര വിഭാഗത്തിൽ ബാലസാഹിത്യ പുരസ്കാരം നേടിയത് പ്രഭാവതി മേനോൻ. ശാസ്ത്രവികൃതികൾ സുകൃതികൾ കെടുതികൾ എന്ന കൃതിക്ക് പ്രഭാവതി മേനോനാണ് ശാസ്ത്ര വിഭാഗത്തിൽ ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത്. ജീവചരിത്രം ആത്മകഥാ വിഭാഗത്തിൽ ബാലസാഹിത്യ പുരസ്കാരം നേടിയത്. ജീവചരിത്രം ആത്മകഥാ വിഭാഗത്തിൽ ബാലസാഹിത്യ പുരസ്കാരം നേടിയത് ഡോക്ടർ നെത്തല്ലൂർ ഹരികൃഷ്ണൻ. കൃതി കുട്ടികളുടെ എഴുത്തച്ഛൻ. ഡോക്ടർ നെത്തല്ലൂർ ഹരികൃഷ്ണനാണ് ജീവചരിത്രം ആത്മകഥാ വിഭാഗത്തിൽ ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത്. വിവർത്തനം പുനരാഖ്യാനം വിഭാഗത്തിൽ ബാലസാഹിത്യ പുരസ്കാരം നേടിയത്. വിവർത്തനം പുനരാഖ്യാനം വിഭാഗത്തിൽ ബാലസാഹിത്യ പുരസ്കാരം നേടിയത് ഡോക്ടർ സംഗീത ചേനമ്പുള്ളി. വെള്ളത്തിന് നനവുണ്ടായതെങ്ങനെ എന്ന കൃതിക്ക് ഡോക്ടർ സംഗീത ചേനമ്പുള്ളിയാണ് വിവർത്തനം പുനരാഖ്യാനം വിഭാഗത്തിൽ ബാലസാഹിത്യ പുരസ്കാരം നേടിയത്. നാടക വിഭാഗത്തിൽ ബാലസാഹിത്യ പുരസ്കാരം നേടിയത്. നാടക വിഭാഗത്തിൽ ബാലസാഹിത്യ പുരസ്കാരം നേടിയത് ഹാജറ കെ എം. സാക്ഷി എന്ന കൃതിക്ക് ഹാജറ കെ എമ്മിനാണ് നാടക വിഭാഗത്തിൽ ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത്. മുഖ്യമന്ത്രി ബാലികാ സമൃദ്ധി യോജന, മുഖ്യമന്ത്രി കന്യ ആത്മനിർഭർ യോജന എന്നീ പദ്ധതികൾ ആരംഭിച്ച സംസ്ഥാനം. മുഖ്യമന്ത്രി ബാലികാ സമൃദ്ധി യോജന, മുഖ്യമന്ത്രി കന്യ ആത്മനിർഭർ യോജന എന്നീ പദ്ധതികൾ ആരംഭിച്ച സംസ്ഥാനം ത്രിപുര. ത്രിപുരയാണ് മുഖ്യമന്ത്രി ബാലികാ സമൃദ്ധി യോജന, മുഖ്യമന്ത്രി കന്യ ആത്മനിർഭർ യോജന എന്നീ പദ്ധതികൾ ആരംഭിച്ച സംസ്ഥാനം. പ്രധാനമന്ത്രിയുടെ ഇന്റേൺഷിപ്പ് പദ്ധതി 2025 ആരംഭിച്ച മന്ത്രാലയം. പ്രധാനമന്ത്രിയുടെ ഇന്റേൺഷിപ്പ് പദ്ധതി 2025 ആരംഭിച്ച മന്ത്രാലയം കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം. കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയമാണ് പ്രധാനമന്ത്രിയുടെ ഇന്റേൺഷിപ്പ് പദ്ധതി 2025 ആരംഭിച്ച മന്ത്രാലയം. മ്യാൻമർ അതിർത്തിക്ക് സമീപം ശക്തമായൊരു ലാർജ് ഫേസ്ഡ് അറേ റഡാർ LPAR വിന്യസിച്ച രാജ്യം. മ്യാൻമർ അതിർത്തിക്ക് സമീപം LPAR ശക്തമായൊരു ലാർജ് ഫേസ്ഡ് അറേ റഡാർ വിന്യസിച്ച രാജ്യം ചൈന. ചൈനയാണ് മ്യാൻമർ അതിർത്തിക്ക് സമീപം ശക്തമായൊരു ലാർജ് ഫേസ്ഡ് അറേ റഡാർ LPAR വിന്യസിച്ച രാജ്യം. യമുന നദിയിലെ ക്രൂയിസ് ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഡൽഹി സർക്കാരുമായി കരാർ ഒപ്പുവെച്ച ഏജൻസി. യമുന നദിയിലെ ക്രൂയിസ് ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഡൽഹി സർക്കാരുമായി കരാർ ഒപ്പുവെച്ച ഏജൻസി ഉൾനാടൻ ജല അതോറിറ്റി IWAI, ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഉൾനാടൻ ജലപാത അതോറിറ്റിയാണ് യമുന നദിയിലെ ക്രൂയിസ് ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഡൽഹി സർക്കാരുമായി കരാർ ഒപ്പുവെച്ച ഏജൻസി.
സാമ്പത്തിക അവലോകന രേഖ പ്രകാരം ഇന്ത്യയിൽ സ്ഥിരം ശമ്പളം വാങ്ങുന്ന സ്ത്രീകളിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയത്? സാമ്പത്തിക അവലോകന രേഖ പ്രകാരം ഇന്ത്യയിൽ സ്ഥിര ശമ്പളം വാങ്ങുന്ന സ്ത്രീകളിൽ ഒന്നാം സ്ഥാനത്തെത്തിയത് കേരളമാണ് സാമ്പത്തിക അവലോകന രേഖ പ്രകാരം ഇന്ത്യയിൽ സ്ഥിരം ശമ്പളം വാങ്ങുന്ന സ്ത്രീകളിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയത്. 2025 ഇംഗ്ലീഷ് ലീഗ് കപ്പ് കിരീടം നേടിയത്? 2025 ഇംഗ്ലീഷ് ലീഗ് കപ്പ് കിരീടം നേടിയത് ന്യൂകാസിൽ യുണൈറ്റഡ് എഫ് സിയാണ് 2025 ഇംഗ്ലീഷ് ലീഗ് കപ്പ് കിരീടം നേടിയത്. വജ്രജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യയുടെ ഔദ്യോഗിക റേഡിയോ പ്രക്ഷേപണ സ്ഥാപനം? ആകാശവാണിയാണ് വജ്രജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യയുടെ ഔദ്യോഗിക റേഡിയോ പ്രക്ഷേപണ സ്ഥാപനം. നോർവേയുടെ ഉന്നത ബഹുമതിയായ 2025 ഹോൾബർഗ് പുരസ്കാരം നേടിയത്? നോർവേയുടെ ഉന്നത ബഹുമതിയായ 2025 ഹോൾബർഗ് പുരസ്കാരം നേടിയത് ഗായത്രി ചക്രവർത്തി സ്പിവാക്കാണ് നോർവേയുടെ ഉന്നത ബഹുമതിയായ 2025 ഹോൾബർഗ് പുരസ്കാരം നേടിയത്. 2025 ഇൻ്റർനാഷണൽ മാസ്റ്റേഴ്സ് ലീഗിൽ ചാമ്പ്യന്മാരായത്? 2025 ഇൻ്റർനാഷണൽ മാസ്റ്റേഴ്സ് ലീഗിൽ ചാമ്പ്യന്മാരായത് ഇന്ത്യ മാസ്റ്റേഴ്സ്. ഫൈനലിൽ വെസ്റ്റ് ഇൻഡീസ് മാസ്റ്റേഴ്സിനെയാണ് പരാജയപ്പെടുത്തിയത്. ഇന്ത്യ മാസ്റ്റേഴ്സാണ് 2025 ഇൻ്റർനാഷണൽ മാസ്റ്റേഴ്സ് ലീഗിൽ ചാമ്പ്യന്മാരായത്. ദേശീയ ന്യൂനപക്ഷാവകാശ ദിനം എന്നാണ്? ദേശീയ ന്യൂനപക്ഷാവകാശ ദിനം ഡിസംബർ 18 ദേശീയ ന്യൂനപക്ഷാവകാശ ദിനം. പക്ഷികളുടെ വൈവിധ്യം കൊണ്ട് ശ്രദ്ധേയമായ ഏത് പക്ഷിഗ്രാമത്തെയാണ് ടൂറിസം വകുപ്പ് ഇക്കോ ടൂറിസം പോയിൻ്റായി പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്നത്? പക്ഷികളുടെ വൈവിധ്യം കൊണ്ട് ശ്രദ്ധേയമായ ഏത് പക്ഷിഗ്രാമത്തെയാണ് ടൂറിസം വകുപ്പ് ഇക്കോ ടൂറിസം പോയിൻ്റായി പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്നത്? കുമ്പള ഗ്രാമപഞ്ചായത്തിലെ കിദൂർ. പക്ഷികളുടെ വൈവിധ്യം കൊണ്ട് ശ്രദ്ധേയമായ കുമ്പള ഗ്രാമപഞ്ചായത്തിലെ കിദൂർ പക്ഷിഗ്രാമത്തെയാണ് ടൂറിസം വകുപ്പ് ഇക്കോ ടൂറിസം പോയിൻ്റായി പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്നത്. 2025 ഭീകരവാദ വിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള 14ാമത് ആസിയാൻ പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിന് സംയുക്തമായി നേതൃത്വം നൽകിയത്? 2025 ഭീകരവാദ വിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള 14ാമത് ആസിയാൻ പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിന് സംയുക്തമായി നേതൃത്വം നൽകിയത് ഇന്ത്യയും മലേഷ്യയുമാണ് 2025 ഭീകരവാദ വിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള 14ാമത് ആസിയാൻ പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിന് സംയുക്തമായി നേതൃത്വം നൽകിയത്. രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ ശിശു മരണ നിരക്കുള്ള സംസ്ഥാനം കേരളമാണ് രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ ശിശു മരണ നിരക്കുള്ള സംസ്ഥാനം. 2025 വനിതാ IPL കിരീടം നേടിയത്? 2025 വനിതാ IPL കിരീടം നേടിയത് മുംബൈ ഇന്ത്യൻസ്. ഫൈനലിൽ ഡൽഹി ക്യാപിറ്റൽസിനെയാണ് പരാജയപ്പെടുത്തിയത്. മുംബൈ ഇന്ത്യൻസാണ് 2025 വനിതാ IPL കിരീടം നേടിയത്. 2025 കബഡി വേൾഡ് കപ്പ് വേദിയായിരുന്നത്? 2025 കബഡി വേൾഡ് കപ്പ് വേദിയായിരുന്നത് ഇംഗ്ലണ്ടാണ് 2025 കബഡി വേൾഡ് കപ്പ് വേദിയായിരുന്നത്. പുരുഷ വിഭാഗത്തിലും സ്ത്രീകളുടെ വിഭാഗത്തിലും ഇന്ത്യയാണ് 2025 കബഡി വേൾഡ് കപ്പ് ചാമ്പ്യനായിരുന്നത്. ആലപ്പുഴയിലെ മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച പുതിയ ഇനം നെല്ലുകൾ? ആലപ്പുഴയിലെ മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച പുതിയ ഇനം നെല്ലുകളുടെ ഇനം പുണ്യ ആദ്യ എന്നീ ഇനങ്ങളാണ് ആലപ്പുഴയിലെ മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച പുതിയ ഇനം നെല്ലുകൾ. 2025 കേരള സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പ് നേടിയ മോഹിനിയാട്ടം കലാകാരി? 2025 കേരള സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പ് നേടിയ മോഹിനിയാട്ടം കലാകാരി കലാമണ്ഡലം സരസ്വതിയാണ് 2025 കേരള സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പ് നേടിയ മോഹിനിയാട്ടം കലാകാരി. 2025 ലോറൻസ് സ്പോർട്സ് അവാർഡിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ഇന്ത്യൻ ക്രിക്കറ്റ് താരം? 2025 ലോറൻസ് സ്പോർട്സ് അവാർഡിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ഇന്ത്യൻ ക്രിക്കറ്റ് താരം ഋഷഭ് പന്തായിരുന്നു 2025 ലോറൻസ് സ്പോർട്സ് അവാർഡിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ഇന്ത്യൻ ക്രിക്കറ്റ് താരം. ഇന്ത്യയിലെ ആദ്യ
നദീ ഡോൾഫിൻ സർവേ പ്രകാരം ഏറ്റവും കൂടുതൽ നദീ ഡോൾഫിനുകളുള്ള സംസ്ഥാനം? ഇന്ത്യയിലെ ആദ്യ നദീ ഡോൾഫിൻ സർവേ പ്രകാരം ഏറ്റവും കൂടുതൽ നദീ ഡോൾഫിനുകളുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശാണ് ഇന്ത്യയിലെ ആദ്യത്തെ നദീ ഡോൾഫിൻ സർവേ പ്രകാരം ഏറ്റവും കൂടുതൽ നദീ ഡോൾഫിനുകളുള്ള സംസ്ഥാനം. ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ആദ്യ താലൂക്ക്? ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ആദ്യ താലൂക്കാണ് ഏറനാട്. ഏറനാട് താലൂക്കാണ് ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ആദ്യ താലൂക്ക്. ആശാ വർക്കർമാർക്ക് ഗ്രാറ്റുവിറ്റി പ്രഖ്യാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം? ആശാ വർക്കർമാർക്ക് ഗ്രാറ്റുവിറ്റി പ്രഖ്യാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശാണ് ആശാ വർക്കർമാർക്ക് ഗ്രാറ്റുവിറ്റി പ്രഖ്യാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. ദേശീയ വന്യജീവി ബോർഡിൻ്റെ 7ാമത് മീറ്റിങ്ങിന് വേദിയായിരുന്നത്? ദേശീയ വന്യജീവി ബോർഡിൻ്റെ 7ാമത് മീറ്റിംഗ് വേദിയായിരുന്നത് ഗിർ ദേശീയോദ്യാനം, ഗുജറാത്ത്. ഗുജറാത്തിലെ ഗിർ ദേശീയോദ്യാനമായിരുന്നു ദേശീയ വന്യജീവി ബോർഡിൻ്റെ 7ാമത് മീറ്റിങ്ങിന് വേദിയായിരുന്നത്. മുനമ്പം ഭൂമി വിഷയം പരിശോധിക്കാൻ സർക്കാർ നിയമിച്ച ജുഡീഷ്യൽ കമ്മീഷൻ? മുനമ്പം ഭൂമി വിഷയം പരിശോധിക്കാൻ സർക്കാർ നിയമിച്ച ജുഡീഷ്യൽ കമ്മീഷനാണ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷൻ. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷനാണ് മുനമ്പം ഭൂമി വിഷയം പരിശോധിക്കാൻ സർക്കാർ നിയമിച്ച ജുഡീഷ്യൽ കമ്മീഷൻ. കെട്ടിടങ്ങളിൽ കൂൾ റൂഫ് സാങ്കേതികവിദ്യകൾ പ്രോത്സാഹിപ്പിച്ച് ഉള്ളിലെ ചൂട് കുറയ്ക്കുകയും ഫാനുകളുടെയും എയർ കണ്ടീഷണറുകളുടെയും ഉപയോഗം കുറയ്ക്കുന്നതിനായുള്ള പദ്ധതി? കെട്ടിടങ്ങളിൽ കൂൾ റൂഫ് സാങ്കേതികവിദ്യകൾ പ്രോത്സാഹിപ്പിച്ച് ഉള്ളിലെ ചൂട് കുറയ്ക്കുകയും ഫാനുകളുടെയും എയർ കണ്ടീഷണറുകളുടെയും ഉപയോഗം കുറയ്ക്കുന്നതിനായുള്ള പദ്ധതി കുളിർമ. കുളിർമ പദ്ധതിയാണ് കെട്ടിടങ്ങളിൽ കൂൾ റൂഫ് സാങ്കേതികവിദ്യകൾ പ്രോത്സാഹിപ്പിച്ച് ഉള്ളിലെ ചൂട് കുറയ്ക്കുകയും ഫാനുകളുടെയും എയർ കണ്ടീഷണറുകളുടെയും ഉപയോഗം കുറയ്ക്കുന്നതിനുമായിട്ടുള്ള പദ്ധതി. കേരളത്തിലാദ്യത്തെ ബുക്ക് വെൻഡിംഗ് മെഷീൻ സ്ഥാപിച്ചത്? കേരളത്തിലാദ്യത്തെ ബുക്ക് വെൻഡിംഗ് മെഷീൻ സ്ഥാപിച്ചത് തിരുവനന്തപുരം. തിരുവനന്തപുരത്താണ് കേരളത്തിലാദ്യത്തെ ബുക്ക് വെൻഡിംഗ് മെഷീൻ സ്ഥാപിച്ചത്. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയത്? 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയത് K. ജയകുമാർ. പിങ്കളകേശിനി എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം. K. ജയകുമാറാണ് 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയത്. ക്യാൻസറിനുള്ള ഫലപ്രദ വാക്സിൻ വികസിപ്പിച്ചതായി പ്രഖ്യാപിച്ച രാജ്യം? ക്യാൻസറിനുള്ള ഫലപ്രദ വാക്സിൻ പ്രഖ്യാപിച്ച രാജ്യം റഷ്യ. റഷ്യയാണ് ക്യാൻസറിനുള്ള ഫലപ്രദമായ വാക്സിൻ വികസിപ്പിച്ചതായി പ്രഖ്യാപിച്ച രാജ്യം. ഇന്ത്യൻ സൂപ്പർ ലീഗ് ISLലെ ആദ്യ മലയാളി മുഖ്യപരിശീലകൻ? ISLലെ ആദ്യ മലയാളി പരിശീലകനാണ് ഷമീൽ ചെമ്പകത്ത്. ഹൈദരാബാദ് FCയുടെ മുഖ്യ പരിശീലകനായാണ് നിയമിതനായത്. ഷമീൽ ചെമ്പകത്താണ് ഇന്ത്യൻ സൂപ്പർ ലീഗ് ISLലെ ആദ്യ മലയാളി മുഖ്യ പരിശീലകൻ. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.